നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ചെറിയ രണ്ട് ഉപകരണങ്ങളെയാണ്. ഇത് വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഉപയോഗം വളരെ വലുതാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും, ചിലർ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാലും ഇതിനെക്കുറിച്ച് അറിയാത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്താണ് സംഗതി എന്ന് കാണിച്ചു തരാം. ഒരെണ്ണം ഇതാണ്, ഒരെണ്ണം ഇത്. ഇത് KDM എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന രണ്ട് മ്യൂസിക് റിസീവറാണ്. ബ്ലൂടൂത്ത് മ്യൂസിക് റിസീവർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോം തിയേറ്ററുകളെ, അതുപോലെ കാർ സ്റ്റീരിയോകളെ, ഇതിലൊക്കെ ആണെങ്കിൽ ബ്ലൂടൂത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ അത്തരം ഡിവൈസുകൾക്ക് ബ്ലൂടൂത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഉപകരണം കൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ ഇത് വളരെ ചെറിയ സാധനമാണ്. ഇതുണ്ടോ, ഇത് നമ്മൾ USB പോർട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ കാണിക്കും. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം തിയേറ്ററിലോ അല്ലെങ്കിൽ കാർ സ്റ്റീരിയോയിലോ ഒക്കെ തന്നെ നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് പ്ലഗ് ഇൻ ചെയ്യുക. ഇപ്പോൾ പഴയ ഹോം തിയേറ്ററിലാണ് നമ്മളിത് പ്ലഗ് ഇൻ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ USB സെലക്ട് ചെയ്യണം. ബ്ലൂടൂത്ത് അതിലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളവിടെ ഹോം തിയേറ്ററിൻ്റെ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ USB സെലക്ട് ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾ ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്യുന്ന ഓഡിയോസ് നമുക്ക് ഹോം തിയേറ്ററിലോ അല്ലെങ്കിൽ കാർ സ്റ്റീരിയോയിലൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു ഉപകരണമാണ് നമുക്ക് അങ്ങനെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു എണ്ണം കൂടെ ഉണ്ട്. ഇത് ഒരു ഇച്ചിരി വലുതാണ്, എന്നാലും ഭയങ്കര വലുപ്പമൊന്നുമല്ല. നമുക്കൊരു പെൻഡ്രൈവിൻ്റെയൊക്കെ വലുപ്പം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരു USB സ്ലോട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുത്തി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ഒരു ഓക്സ് കേബിളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കാർ സ്റ്റീരിയോകൾ അല്ലെങ്കിൽ ഹോം തിയേറ്ററുകളിലൊക്കെ നമുക്ക് ഈ ഓക്സ് കുത്താനുള്ള പിന്ന് മാത്രമേ കാണത്തുള്ളൂ. അവിടെ നമുക്ക് USB പിൻ ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഓക്സ് കുത്താനുള്ള പിന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുത്തുക. കുത്തിയതിന് ശേഷം കാർ സ്റ്റീരിയോ ആണെങ്കിൽ കാർ സ്റ്റീരിയോ, അല്ലെങ്കിൽ ഹോം തിയേറ്റർ ആണെങ്കിൽ ഹോം തിയേറ്റർ, അതിൻ്റെ ഓക്സിലേക്ക് നമുക്ക് ഈ പിന്ന് കുത്താം. അപ്പോൾ ഇവിടെ ഈ USB പോർട്ട് ഫ്രീ ആണ്. ഇത് നമ്മൾ ഏതെങ്കിലും പവർ അഡാപ്റ്ററിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ചാർജറിലേക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിലേക്കൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിന് പവർ കിട്ടും. അങ്ങനെ പവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് ഓണാകുകയും നമ്മൾ ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്യുന്ന ഓഡിയോ നമുക്ക് ഹോം തിയേറ്ററിലും കാർ സ്റ്റീരിയോയിലും ഒക്കെ തന്നെ കേൾക്കാനായിട്ട് സാധിക്കും. നമ്മൾ കാർ സ്റ്റീരിയോയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാർ സ്റ്റീരിയോയുടെ ഓക്സിലേക്ക് ഇത് കുത്തുക. ഈ ഭാഗം നമ്മൾ നമ്മുടെ കാറിൻ്റെ ചാർജിങ് പോർട്ടിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള ഇതുപോലെ ബ്ലൂടൂത്ത് റിസീവറുകൾ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ഈ ഓക്സ് ഡയറക്റ്റ് കുത്താവുന്ന മ്യൂസിക് റിസീവറുകളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. നേരെ നമ്മൾ ചാർജിങ് പോർട്ടിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ സാധനം വാങ്ങിക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച കമ്പനിയുടെ പ്രോഡക്റ്റ് ആയിരിക്കുകയല്ല അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രോഡക്റ്റുകൾ നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നല്ല പ്രോഡക്റ്റുകളാണ്. ഒരു 300 രൂപ താഴെ മാത്രമാണ് ഇതിനൊക്കെ തന്നെ വില വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.